എന്തോ വലിയ ചടിയുണ്ട്. കാരണം ഇവര് വേറൊരു അഫയർ ഉണ്ടായിരുന്നു പണ്ട്. ഈ അമ്പിളി അത് മുടക്കി വിട്ടതാ. ഈ കരുണേപ്പള്ളി തന്നെ ഏതൊരു ഉച്ചോട്ട് പിന്നെ അഫയർ ആയിരുന്നു. ഇപ്പൊ ഈ കൊച്ചിനെ ഇവര് പറഞ്ഞു എന്റെ മോനെ ഞാൻ നല്ല സ്ത്രീധനം വാങ്ങിച്ച് കെട്ടിച്ചു വിടത്തോളൂ എന്ന് തമാശ രീതിയിലാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും എപ്പോഴും പറഞ്ഞു നടക്കുന്നവരാ. ഇപ്പൊ ഈ കുട്ടിയെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറെ എന്തോ വലിയൊരു ഇതുണ്ട് എന്ന് ഞങ്ങൾ അന്നേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയവും ജീവമാതാ കാരുണ്യഭവൻ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പുറത്തു വന്ന് പരാതിപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി എന്താണ്, അതായത് അറിയിക്കേണ്ട അധികൃതരെടുത്ത് അവർ വന്ന് പരാതിപ്പെട്ടപ്പോൾ നിങ്ങളവിടെ ഫ്രീ ആയി പഠിക്കുകയല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പറയാനുള്ള അവകാശമില്ല എന്നൊരു മറുപടിയാണ് ആ കുട്ടിക്കും അതിന്റെ മാതാവിനും കിട്ടിയത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവർ ഇത് പറയാനായിട്ട് മടിക്കുകയും ചെയ്യും. എന്നിട്ട് പോലും ഇപ്പോൾ പേരുകൾ പുറത്തു വരാതെ തന്നെ ഒരുപാട് പേർ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീക്ക് വർഷ എന്നൊരു മകൾ കൂടിയുണ്ട്. അതായത് വിഷ്ണു എന്നൊരു മകന് കൂടാതെ വർഷ എന്നൊരു മകൾ കൂടിയുണ്ടെന്നും ആ കുട്ടിയെക്കുറിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നതും മോശമൊന്നും പറഞ്ഞിട്ടില്ല എന്നും അതേസമയം ഈ അമ്മയും മകനെയും കുറിച്ച് എല്ലാം തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നതെന്നുമാണ് പുറത്തോട്ട് വരുന്ന വാർത്തകൾ. എന്തായാലും ഒരുപാട് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഇവർക്കും ഒപ്പം ഉണ്ട് എന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരാണ് എന്താണെന്നൊന്നും അല്ല, ഒരുപാട് പേര് അതാണല്ലോ പുറത്തു വന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് കൂടി ആ ഒരു കംപ്ലൈന്റിന് അന്വേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സായി പല്ലവി എന്ന് പറയുന്ന സ്ത്രീ തെളിവുകൾ സഹിതം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ട് പോലും എന്തായാലും ഇവരുടെ സ്ഥാപനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഇതിന്റെ പുറകെ വൻ ആളുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇപ്പോൾ ഈ ഒരു വർഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മാരേജുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ അയൽവാസിയായ ഒരു സ്ത്രീ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. വർഷയുണ്ട് മോൾ, ആ കൊച്ചിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, അതിനെപ്പറ്റി പേഴ്സണൽ എനിക്കൊന്നും അറിയത്തില്ല. 23-24 വയസ്സെങ്ങാണ്ടുള്ള കൊച്ചിന് അത് അങ്ങനെ മോശമായിട്ടുള്ള ഇതൊന്നും നമ്മൾ കേട്ടില്ല. പക്ഷെ ഈ അമ്മയും പോലും ആൾ ശരിയല്ല. ഇതിന്റെ ഇടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരാള് കൂടെ ആള് തോന്നില്ല. ഇവരന്ന് അവൻ പറഞ്ഞു വർഷയെ, അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണം. ഇവരെല്ലാവരും സുനിൽ എല്ലാവരോടും പറയുന്നു ഞാൻ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു. അവന് ഒരു 10-13 വയസ്സെങ്ങനെ കാണും. ഈ സുനിലിന് 34 വയസ്സ്, അതിൽ കൂടുതൽ കാണത്തില്ലായിരിക്കും. ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു. അന്നേരം ഈ സുനിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു. ഇവരുടെ റിലേറ്റീവ് തന്നെ ഇവരുടെ ചേച്ചിയുടെ മോളുണ്ട്. ചേച്ചിയുടെ മോള്, അതായത് ഇതിന്റെ അകത്ത് പൈ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ചേച്ചിയുടെ കാര്യം മല്ലികയുടെ മോളുടെ മരുമോന്റെ അനിയനോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഈ അമ്പിളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയോ ഇതേത്തെ പ്രശ്നങ്ങൾ കാരണം വേണ്ടാന്ന് വെച്ച് പോയാണ്. കേട്ടല്ലോ നിങ്ങൾ അവർ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഈ വർഷ എന്ന് പറയുന്ന കുട്ടിയെ വെച്ചിട്ട് പോലും ഇവർ സുനിൽ എന്ന് പറഞ്ഞൊരു പയ്യനെ ഈ കുട്ടിയെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നെന്നും ഈ സുനിലുമായിട്ട് ഇവർ എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവസാനം തന്റെ മകളെ അവർ കെട്ടിച്ചു കൊടുക്കാതെ ആ ഓർഫനേജിൽ തന്നെയുള്ള മറ്റൊരു കുട്ടിയെ, രമ്യ എന്ന് പറയുന്നൊരു കുട്ടിയെ അവന് അടിച്ചേൽപ്പിച്ചു കൊടുക്കുക, അവർ തമ്മിൽ പ്രേമിപ്പിക്കുക, സ്നേഹിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വഴിയൊരുക്കി കൊടുത്ത് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ കുട്ടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിലിന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ട്. അമ്മളിയപ്പം പറഞ്ഞു മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. അങ്ങനെ ഈ അമ്പിളി തന്നെയാണ് കല്യാണം. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ലൈൻ സെറ്റ് ആക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു ഇവന്റെ കൂടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. കല്യാണമൊട്ടുമല്ല, ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരുന്നു ഈ സുനിലിന്റെ കൂടെ. കാരണം സുനിലിന്റെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് തലയെ ഒഴിച്ചു വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് രമ്യ അതിനകത്ത് ഇരയാക്കി ചെയ്തേ. രമ്യക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 22-23 വയസ്സെങ്ങാണ്, 22-23 വയസ്സ് കാണുമായിരിക്കും. ആ കുട്ടിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഈ സുനിലെന്ന് പറയുന്ന ആ വ്യക്തിയും ഈ കുട്ടിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. സംശയമാടി ബഹളം, അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയതാണ്. ഓരോ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും
ഈ രമ്യയോട് തിരക്കി കഴിഞ്ഞാൽ അമ്പലത്തെ പറ്റി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളാണ്. അവിടെ നിന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവരെ പറ്റി പറയാൻ 100 പറഞ്ഞിട്ട് ഇവർക്കുള്ള അമർഷം അങ്ങ് തീരുന്നില്ല. അതായത് അത്രമാത്രം ഒരു നികൃഷ്ടമായ ഒരു ഇതായിട്ടാണ് പറഞ്ഞു വരുന്നത്. കാര്യം അവിടെ ഒരു ശോചനീയ അവസ്ഥ നമ്മൾ മറ്റ് വീഡിയോകളിലൂടെ ഓരോ ദിവസവും നമ്മൾ ഈ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിന്ന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. ഒരു അമ്മയാണെങ്കിൽ അവരുടെ വേദന പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും നീ എന്നെ ഇവിടുന്ന് കൊല്ലത്തോ കോട്ടയത്തോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആക്കിക്കോ, എന്നെ ഇവിടെ നിന്ന് മാറ്റി, ഇവിടെ ആഹാരം പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഈ സായി പല്ലവി പറയുന്നുണ്ട്, അന്നദാനമൊക്കെ ഉള്ള ദിവസങ്ങളിൽ കുട്ടികൾ വളരെ വയർ നിറച്ച ആഹാരങ്ങൾ കഴിക്കുമായിരുന്നെന്നും അവിടെ അവർക്ക് ആഹാരമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പുളിച്ച ആഹാരം, അതായത് കുഞ്ഞുങ്ങൾക്ക്, അതായത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓൾഡ് ഏജ് ഹോമിലുള്ള അമ്മമാർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ആഹാരങ്ങൾ, അതായത് തലേ ദിവസത്തെ ആഹാരങ്ങൾ തിളപ്പിച്ചുറ്റി, ചോറുകളൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ തിളപ്പിച്ചുറ്റി ചോറായിട്ടും പിന്നീട് കഞ്ഞിയായിട്ടും ഒക്കെ കൊടുത്താണ് തീർത്തിരുന്നതെന്ന് പറയുന്നുണ്ട്. കുഞ്ഞു മക്കൾക്ക് അങ്ങനെ അല്ല കൊടുത്തിരുന്നത്. എന്നാലും ഈ കുറച്ചുകൂടിയൊക്കെ വലിയ കുട്ടികൾ അവരുടെ അധ്യാപകരോടൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ആ കുട്ടിയെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 രൂപയുടെ ഷാമ്പു എടുത്ത് 2 കുട്ടികൾക്കായിട്ട് വിധിച്ചു കൊടുക്കുക, 10 രൂപയുടെ സോപ്പ് 15 ദിവസത്തേക്ക് 2 കുട്ടികൾക്കായിട്ട് വിധിച്ചു കൊടുക്കുക. എന്നിട്ട് ആരെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കിക്കുക, ഗസ്റ്റുകളെടുത്ത് സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക. എന്താണ് അവിടെ നടക്കുന്നത് അല്ലേ? സത്യപോലെ സിനിമകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ പുറത്ത് വരില്ല എന്നാണോ ഈ മമ്മി ഗിരിജ, ഡാഡി ഗിരിജ അല്ലല്ലോ, മമ്മി ഗിരിജ കരുതിയത്? മമ്മി ഗിരിജ സ്വന്തമായിട്ട് സമ്പാദിച്ച് കൂട്ടി. അതായത് മകളെ കെട്ടിയ മരുമകനോ അതുപോലെ തന്നെ മകനോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ജോലി ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, ഇവര് ഈ ഒരു സമ്പാദ്യം, അതായത് ഈ മക്കൾക്കും ഈ അമ്മമാർക്കും വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവര് വസ്തുക്കൾ വാങ്ങിക്കൂട്ടി ഇവർ സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കുകയാണ്. അതായത് ഇതിൽ പറയുന്നുണ്ട്, ഒരു വെൽഡർ അവിടെ ജോലി ചെയ്യാൻ വന്നൊരു വെൽഡർ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരുന്നപ്പോൾ ആ ചോറിട്ട് ഇളക്കിയിട്ട് കഴിക്കാതെ എണീറ്റ് പോയെന്നും പിറ്റേ ദിവസം തൊട്ട് അവിടുന്ന് അവർ വെൽഡർ ഫുഡ് വേറെ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞെന്നാ അവിടുത്തെ ഫുഡ് പട്ടികൾ പോലും കഴിക്കുമെന്ന്. അത്രമാത്രം നികൃഷ്ടമായ ഫുഡാണ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുള്ളത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ സ്വന്തം മക്കൾക്ക് അവരങ്ങനെ കൊടുക്കുമോ? പിന്നെ എന്തിനാണ് ഇവർ ഈ തരത്തിലുള്ള കാണിക്കുന്നത്? അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് വെൽഡർ അവർ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഫുഡ് അത് അവിടുത്തെ അന്തേവാസികൾക്കുള്ള ഫുഡാണ്, ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ വേറെ ഫുഡ് ഉണ്ടാക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് ഫുഡ് തരാനാണ് പറഞ്ഞത്, ആ കൊച്ചിന് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്കറിയാം അവർ പോലും. അപ്പോൾ റേഷനരിയെക്കാട്ടിയും കഷ്ടമായ ഫുഡ് എന്ന് വെച്ചാൽ റേഷനരി നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പോൾ ആ റേഷനരിയെ പോലും, ആ റേഷനരി അറിയാലോ, ജസ്റ്റ് ഒന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ കുതിർന്ന് കഞ്ഞി പോലെ ആവും, അതിനെക്കാട്ടിയും കഷ്ടമായിട്ട് ആഹാരമാണ് കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, അതുകൊണ്ട് നമുക്കത് കേട്ടിട്ട് തരാം. ഒരിക്കലും ഒരു കുട്ടി പോലും നല്ല അഭിപ്രായം പറയത്തില്ല, അതാണ് സത്യം. കുട്ടികളെ, അവിടെ നിൽക്കുന്ന കുട്ടികളെ മെന്റലി ഫിസിക്കലി അവർ നല്ലപോലെ ഉപദ്രവിക്കാറുണ്ട് എല്ലാ രീതിയിലും. ഓക്കെ, എവിടേക്കോ പോയി ആദരവ് അത് ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ ഈ അമ്പിളിക്ക് ഇതാണ് ജോലി, മരുമോന് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, മോക്കൊരു ജോലിയില്ല, മോനൊരു ജോലിയില്ല. എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ പാവപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും ഡൊണേറ്റ് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് ഒരു പങ്ക് പറ്റിയാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ ഒരു അംശം, ഒരു 100 അംശം പോലും അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് എത്തുന്നില്ല. ഫുഡ് പോലും നല്ലോണം, കാരണം അവിടെ ഫുഡ്, അവിടെ ജോലി ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരല്ല, നേരത്തെ സ്ഥിരം അവിടെ എന്ത് ബിൽഡിങ്ങിന്റെ എന്ത് ഗേറ്റ് ആയിട്ടാണ് ഊഞ്ഞാല് അങ്ങനത്തെ മേലത്തെ റൂഫിംഗ് വർക്ക് അങ്ങനെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആ പൊക്കോണ്ടിരുന്ന ആൾക്കാർക്ക് വീട്ടുകാർ ഫുഡ് കൊണ്ടുവരാൻ പറയും, ഇവിടുന്ന് കഴിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർ ഫുഡ് കഴിച്ചിട്ട് അവര് വന്ന് പറഞ്ഞതാണ്, അവിടെ വെക്കുന്ന ചോറ് റേഷനരി വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ഭേദമാണ്, കഞ്ഞിയാണോ ചോറാണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അവർ ആ ഒരു ദിവസം അന്ന് ഫുഡ് കഴിച്ചില്ല, കൈയിട്ട് ഇളക്കിയിട്ട് അവരത് വെച്ചിട്ട് പോരുന്നു. 2 ദിവസം ലൂസ് മോഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലിക്ക് സ്ഥിരം പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. അവര് പറഞ്ഞ പിറ്റേന്ന് അവര് വീട്ടിൽ ഫുഡ് കൊണ്ടുപോയപ്പോ പിന്നെ അമ്പിളി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഇവിടെ നിന്ന് തെറ്റില്ലേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ചേച്ചി മനുഷ്യര് പട്ടി കഴിക്കുമോ ചേച്ചി ചോർന്ന് ചോദിച്ചു. അയ്യോ അത് ഇവിടുത്തെ അമ്മമാർക്കും പിള്ളേർക്കും കൊടുക്കുന്ന ചോറ്, ഞങ്ങൾക്ക് വെക്കാൻ വേറെ ഫുഡ് ഉണ്ട്, അത് തരാനാ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ കൊച്ചു അറിയാതെ ശരിയായിരിക്കും, നാളെ തൊട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾക്ക് വേറെ ഫുഡ് വെക്കുന്നുണ്ട്. അത് ഞാനൊരു റിക്വസ്റ്റ് നിങ്ങളോട് ചെയ്യുകയാണ്, പ്ലീസ് ഈ വീഡിയോ ഒന്ന് ഞാൻ ആദ്യമേ പറയണമെന്ന് വെച്ചാൽ ഒന്ന് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കാര്യം ഈ വാർത്തകൾ, അതായത് ഈ പത്തനംതിട്ട, ഈ പത്തനാപുരം ഈ ഭാഗത്തൊക്കെ ഉള്ളവർ, എന്തായാലും ഗണേഷ് കുമാറൊക്കെ നല്ലൊരു മന്ത്രിയാണെന്നാണ്. അപ്പം ഗതാഗത വകുപ്പ് മന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒന്ന് അദ്ദേഹത്തേക്ക് ഒന്ന് മനസ്സിലാക്കിക്കുക, ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയോ. അത് ഈ വീഡിയോസ് അല്ല, ഒരുപാട് വീഡിയോസ്, ഒരുപാട് റിയാക്ഷൻ വീഡിയോസ്, ഒരുപാട് ആളുകൾ ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വിടുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത്, കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ അധികൃതരുടെ അടുത്ത് എത്തണം. അതായത് കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് എത്തുക, അവർ കണ്ടതിന് ശേഷം തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. ഓരോ അമ്മമാരുടെയും കുഞ്ഞു മക്കളുടെയും അവസ്ഥ, അതായത് ഇവിടെ താമസിക്കുന്നത് അനാഥരല്ല എന്നും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അച്ഛനമ്മമാർക്ക് വളർത്താൻ
നോക്കാൻ സാമ്പത്തികമില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞ കുട്ടി പറയുന്നത്. അതായത് അവർ വെക്കേഷനൊക്കെ വീട്ടിൽ പോകാറുണ്ടെന്ന്, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരോട് അനാമികയും +2 വരെ പഠിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അവരുടെ അധ്യാപകരുടെ അടുത്ത് പോലും അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എന്താണ് അധ്യാപകർ ഇതിനെക്കുറിച്ച് ഒരു ഇതെടുക്കാത്തതെന്നാണ് എനിക്കൊരു അത്ഭുതം. കാര്യം അധ്യാപകരുടെ അടുത്ത് പറയുമ്പോൾ സാധാരണ ഒരുപാട് കേസുകൾ പുറത്തു വരുന്നത് അധ്യാപകരിൽ നിന്നാണ് അല്ലേ. വിദ്യാർത്ഥി കുഞ്ഞു മക്കൾ തൊട്ട് വലിയൊരു അവരുടെ ഡെയിലിയുള്ള നടക്കുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സ് തിരക്കാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സാണ് ഒരുവിധപ്പെട്ട എല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കഥ പുറത്തു വരാഞ്ഞതെന്നാണ് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിച്ച്. ടീച്ചർമാർ പറഞ്ഞത് പഠിക്കാനല്ലേ പോട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടുത്തെ കൃത്യമായ കാര്യങ്ങൾ വെച്ചാൽ ഇത്തരം രൂക്ഷമായ കാര്യങ്ങൾ, അതായത് മുളക് പൊടി പ്രയോഗം, വളരെ ക്രൂരമായ ശിക്ഷയാണ് കൊടുക്കുന്നത് പറയുന്നത്. ഇത്രമാത്രം ഇങ്ങനെ ശിക്ഷിക്കാൻ എന്ത് തെറ്റാണ് അവിടെ ഉള്ളവർ ചെയ്തത്? ആരോഗ്യമില്ലാത്തതാണ് അവർ ചെയ്ത തെറ്റ്. പിന്നെ എന്തിനാണ് ഇവരെ നോക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കൊണ്ടിട്ടിരിക്കുന്നത്? ആ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഏറ്റെടുക്കുന്നത്? ഫണ്ടുകൾക്ക് വേണ്ടി. അതാണ് അതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് അവരുടെ സാമ്പത്തികം വളർത്തണം. അവരുടെ മക്കളുടെയും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞു മക്കളുടെയൊക്കെ എന്ത് ചെയ്യണം? ആസ്തി വർദ്ധിപ്പിച്ച് വെക്കണം. അവരുടെ സാമ്പത്തിക നില ഉയർത്തണം. 3 സെന്റ് പോലും ഉണ്ടായിരുന്നില്ലാത്ത അമ്പിളി എന്ന് പറഞ്ഞ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അനാമികയ്ക്കും വിഷ്ണുവിനും ഒരു വീട് വെച്ച് കൊടുത്തു. അവരവിടെ സുഖമായി താമസിക്കരുത്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട്? അവരുടെ അനാമികയ്ക്ക് ആ ജോലിയില്ല, വിഷ്ണുവിന് ജോലിയില്ല, ഈ ഗിരിജ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ തൊഴിലില്ല, അവരുടെ മകൾക്കില്ല തൊഴിൽ, മരുമകനില്ല തൊഴിൽ, അവരെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇവർക്കൊന്നും ഒരു തൊഴിലുമില്ല. ഈ തൊഴിലൊന്നും ഇല്ലാതെ ഇവരെങ്ങനെ ഇത്രമാത്രം സമ്പാദിച്ചു കൂട്ടുന്നു? അതെന്താണ് ഈ അധികൃതരൊന്നും തിരക്കാത്തത്? സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുക ഒരുപാട് പേര് വരുമല്ലോ. ഇതിനൊന്നും ഒരു ചോദ്യവും പറച്ചിലും ഒന്നും ഇല്ലേ? ഇവിടെ നിയമവും നീതിയും ഒന്നും ഇല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വളർത്തി വിടുന്നത് ആരാണ്? ഇത്രയും ഇവരുടെ പിശാചെന്ന് തന്നെ പറയാട്ടോ ഇങ്ങനെ ഇവർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 100 രൂപ കിട്ടുമ്പം ഒരു 10 രൂപ അടിച്ചു മാറ്റിയിട്ട് 90 രൂപ അവർക്ക് കൊടുത്തൂടെ? ഇത് 10 രൂപ പോലും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. 100 രൂപ കിട്ടിയ 10 രൂപ പോലും ആ കുഞ്ഞുങ്ങൾക്കോ ആ അമ്മമാർക്കോ കൊടുക്കുന്നില്ല. മൊത്തത്തിൽ അങ്ങ് അടിച്ചു മാറ്റി എടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഈ പുറത്ത് വന്ന ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് തക്കതായ ഒരു നിയമ നടപടി ഉണ്ടാകണം. സത്യം പറഞ്ഞാൽ നല്ലൊരു അന്വേഷണവും തുടർന്ന് നല്ല ആ ഒരു ഓർഫനേജ് പൂട്ടി അവരെ മറ്റ് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി ഇങ്ങനെയുള്ള നല്ലപോലെ അന്വേഷിക്കാതെ ഇവർക്കൊന്നും ലൈസൻസോ മറ്റു കാര്യങ്ങളോ കൊടുക്കരുതെന്ന് കൂടി ഒരു അപേക്ഷ കൂടിയുണ്ട്. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.